Hi everyone, Assalamu alaikum. Welcome to Fatima's Kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈത്തപ്പഴച്ചാറായിട്ടാണ്. വെളിച്ചെണ്ണ 3 ടീസ്പൂൺ ചൂടായതിലേക്ക് 3 ടീസ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതിനെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്നായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 25 ഗ്രാം കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഏത് എണ്ണ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഓരോരുത്തരുടെ താല്പര്യം. പക്ഷേ വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. വെളിച്ചെണ്ണ ഇത് കൂടുതലും ചേർത്തിട്ടുണ്ട് ഞാൻ. അതെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ചേർക്കണം. കാഷ്നട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം എടുത്ത് കഴുകി വെച്ചിരുന്ന കിസ്മസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുറച്ചൊന്ന് ബബിൾസ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി 1 ടീസ്പൂൺ എടുത്ത് വെച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു 50 ഗ്രാം കണക്കാക്കി ശർക്കര എടുത്ത് ഉരുക്കി അരിച്ച് വെച്ചിരുന്നു. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ 150 ഗ്രാം ഈത്തപ്പഴം അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തിളച്ചൊന്ന് കുറുകി വരണം. അതിന് ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെക്കാം. ഫ്ലെയിം സ്ലോ ആക്കി വെച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈത്തപ്പഴച്ചാറ് റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കോരി നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്കും നെയ്ച്ചോറിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിക്കും പറ്റും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈത്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.